നമ്മുടെ കൊട്ടാരക്കരയിൽ രാത്രിയിൽ നല്ല ലൈവ് ഫോട്ടോ എടുത്ത സ്ഥലം അറിയാം നിങ്ങൾക്ക്. വാ പോ. രാത്രി കാഴ്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് രാവിലത്തെ കുറച്ച് കാഴ്ചകളുണ്ടല്ലോ. 8-9 മാസത്തിന് ശേഷം പഠിച്ച കോളേജിൽ വീണ്ടും ഒന്ന് പോയി. അങ്ങനെ രാവിലെ തന്നെ എണീച്ച് കോളേജിലൂടെ യാത്രയായി. ഏകദേശം ഒരു 8-8 ആയപ്പോഴത്തേക്ക് കോളേജിലെത്തി. ഞങ്ങൾ പഠിച്ചിറങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു കോളേജിൽ ഗേറ്റ് ഒക്കെ വെച്ച്. അത് ഞങ്ങൾക്ക് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. ഞങ്ങൾ വിളിച്ച സമയത്ത് ചെറിയൊരു കമ്പിയായിരുന്നു അവിടുത്തെ ഗേറ്റ്. അങ്ങനെ ഗേറ്റ് ഒക്കെ അത്ഭുതപ്പെട്ട് നിന്നിട്ട് ഞങ്ങൾ നേരെ EC ബ്ലോക്കിൽ കയറി. ഞങ്ങളുടെ തട്ടത്തിലേക്ക് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഞെട്ടി. ഈ കോളേജിലെ EC ബ്ലോക്ക് പൂട്ടി. അങ്ങനെ നേരെ താഴെ ചെന്ന് പുതിയതേ വന്ന ജൂനിയേഴ്സിനൊക്കെ വായി നോക്കിയിരുന്നപ്പോഴാണ് ഞങ്ങൾ ഓർമ്മകളായി ഇറക്കാൻ തുടങ്ങിയത്. നീണ്ടു കഴിഞ്ഞാൽ 4 വർഷത്തെ നൊസ്റ്റാൾജിയ അടിച്ച് പണ്ടാരടങ്ങിയപ്പോൾ നമ്മുടെ പയ്യന്മാരൊക്കെ ഓരോരുത്തരെ വന്നു തുടങ്ങി. അങ്ങനെ കോളേജിൽ നമ്മൾ നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് പോയി. സ്പോട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. എന്നാൽ അത് മനസ്സിലാവുന്ന കുറച്ച് പിള്ളേരുണ്ട്. സ്പോട്ടിൽ നിന്ന് സൊറ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ചന്തമുക്കിലുള്ള ഇതായിട്ട് ആർക്കും അറിയാത്ത എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഗ്രാൻഡ് ഹോംലി ഫുഡിലേക്ക് പോയി. ചെന്നപ്പോയി നമ്മുടെ ചേട്ടൻ നല്ല ലൈവ് പൊറോട്ട അടിക്കുന്ന സെറ്റപ്പിലെത്തി. അങ്ങനെ നല്ല വീശി അടിച്ച് മുരിഞ്ഞ ചൂട് പൊറോട്ട തീരടിയായി. അതിൻ്റെ കൂടെ അവരുടെ സ്പെഷ്യൽ കൂട്ടിലൊരു ബീഫ് ഫ്രൈ. നമ്മുടെ താരിക്കാരൻ അച്ഛൻ പറഞ്ഞ പോലെ സ്വർഗം തന്നെ മാമാ, സ്വർഗം തന്നെ. ഇവിടുത്തെ ഒരു എവർഗ്രീൻ കോമ്പയാണ് ബീഫും പൊറോട്ടയും. കൊട്ടാരക്കര തന്നെ ടോപ്പ്